ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗും ഒക്കെ ആയിട്ടുള്ള കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ നമ്മൾ സൗദിയത്തെ ഷോപ്പിംഗ് വ്ളോഗ്സൊക്കെ ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നത് ഒത്തീമാളാണ്. അപ്പം ഞാൻ എപ്പോഴും മുമ്പത്തേലൊക്കെ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് സ്പോട്ടാണ് കേട്ടോ ഒത്തീമാളിൻ്റെ 5 ഗേറ്റ്. അതായത് ഒത്തീമാളിൽ നിന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാം. അതായത് റെഡ് ടാഗും മാക്സും എല്ലാ ബ്രാൻഡും ഉണ്ട്, സെൻട്രൽ പോയിൻറ്റും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 റിയാലുണ്ട്, ആമസോൺ ഉണ്ട്, 23 കട ഉണ്ട്, ഒരുപാട്. അപ്പോൾ നമ്മൾ വൽവഫയുണ്ട്, അൽഹസാസ് ഉണ്ട്, ഹോം സെൻറ്ററിൻ്റെ. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എത്രയോ തവണ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മളെ ചാനൽ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ഇതാ വന്നിട്ട് ഈ പ്രാവശ്യം വന്നിട്ടുള്ള നമ്മൾ ഈ വരവിലുള്ള ആദ്യത്തെ 5 റിയാൽ വിസിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഒത്തൈമാളിലാണ് വന്നത്. ഒത്തൈമാളിൽ വന്ന് കുട്ടികൾ എൻജോയ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അതായത് പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒത്തൈമാളിൻ്റെ വീഡിയോ ഒക്കെ എത്രയോ നമ്മൾ അപ്ലോഡ് ആക്കിയതാണ്. അപ്പം നേരെ വന്നു ഇതായി 5 റിയാലിൽ കയറിയതും ഈ പാത്രം. ഇത് പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ, നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ എപ്പോൾ വന്നാലും ഇതിന് അഡിക്റ്റാണ് കേട്ടോ. ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും ഇതിന് അഡിക്റ്റഡാണ്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം വാങ്ങണ്ട നിൽക്കുക പറഞ്ഞിട്ട്, കാരണം നമ്മൾ എപ്പോഴും 5 റിയാലിൽ വരുമ്പോൾ പാത്രങ്ങൾ വാങ്ങിക്കുന്നതാണ്. ഇങ്ങനത്തെ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഭയങ്കര വേർത്തായിട്ടാണ്. നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര പൈസ അല്ലേ. ഇത് 100 രൂപയ്ക്ക് ഇത് ഭയങ്കര വേർത്തല്ലേ. അപ്പം ഞാൻ ഒരു 6 പീസ് എടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറിയ ബൗള് 5 റിയാലിന് 3 പീസാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതെല്ലാം ചിലതൊക്കെ വരുന്നത് 5 റിയാലിന് 2 പീസ് 100 രൂപയ്ക്ക് കേട്ടോ. ഇത് 3 പീസിന് 5 റിയാലാണ് കേട്ടോ. പിന്നെ ഈ പ്ലേറ്റൊക്കെ വരുന്നത് 5 റിയാൽ. അതായത് ബൗൾ ചെറിയ ബൗളിലാണ് 100 റിയാൽ. മറ്റേ സാധാ നമ്മളെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം വലിയ പീസെല്ലാം 5 റിയാലാണ്. അപ്പം ഞാൻ അതാണ് കേട്ടോ എടുത്തത്. ചെറിയ ബൗൾ 3 വരുന്നത് പിന്നെ ഞാൻ എടുത്തില്ല. എൻ്റെ അടുത്ത് ചെറിയ ബൗൾ ഉണ്ട് ഓൾറെഡി, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ പിന്നെ സ്റ്റീലിൻ്റെ, അലൂമിനിയം ആ ഒരു ടച്ച് വരുന്ന ഇവിടുത്തെ പാത്രങ്ങളാട്ടോ. ഇത് നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മൾ വാങ്ങാറില്ല. പക്ഷേ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ അത് ഭയങ്കര വേർത്താട്ടോ. പക്ഷേ ഇതെല്ലാം ഇപ്രാവശ്യം എല്ലാം ഇവിടുത്തെ 5 റിയാൽ എല്ലാം ഭയങ്കര, എനിക്ക് എസ്പെഷ്യലി ഞാൻ റിയാദ് അൽബാസിമെന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് വാങ്ങുമ്പോൾ ഇവിടുത്തെ 5 റിയാലത്തെ സാധനങ്ങൾ എനിക്ക് ഇച്ചിരിയും കൂടി ക്വാളിറ്റി, പാത്രങ്ങളല്ലേ ക്രോക്കറീസ് അടിപൊളിയാണ്. അല്ലാത്ത ഐറ്റംസൊക്കെ എനിക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റാണ്, അയൽക്കാട്ടിയും ബെസ്റ്റാണ്. പക്ഷേ അതിലും ബെസ്റ്റ് ആയിരുന്നു അൽബാസിമത്തെ എൻ്റെ ഒരു ഫീലിങ്സ്. പക്ഷേ ഇപ്പം ഇവിടെ ഈ ഷോപ്പ് കത്തിപ്പോയിട്ട് ഇപ്പോൾ പുതിയത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് സാധനങ്ങളും അടിപൊളി സാധനങ്ങളാണ്, ഭയങ്കര ക്വാളിറ്റി. കുട്ടികളെ കളിക്കുന്നതൊക്കെ ഭയങ്കര 5 റിയാലാണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന വാങ്ങുമ്പോൾ ക്വാളിറ്റി കുറവുണ്ടാവാറുണ്ട് ഇവിടെ നിന്ന്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കയറിയപ്പോൾ 5 റിയാൽ, പുതിയ 5 റിയാലായപ്പം എല്ലാം അടിപൊളി ക്വാളിറ്റിയും ഒരുപാട് കളക്ഷനും ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളുമാണ് കേട്ടോ ഉള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അന്ന് ഉണ്ടാവാതിരുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ബ്യൂട്ടി. ഇതൊക്കെ 5 റിയാലാട്ടോ. ഇത് നല്ല രസമുള്ള സോഫ്റ്റ് ടോയ്കളൊക്കെ 5 റിയാൽ. അപ്പം നമ്മൾ ആ ഫോക്സിന് എടുത്തിട്ടുണ്ട് കേട്ടോ സെയ്മോന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചു അതിലോട്ട്. ഈ ഫോക്സിനാണ് നമ്മളെടുത്തത്. ആ ഫോക്സ് ഒരു നല്ല രസമാട്ടോ. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് തോന്നും, അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് തോന്നും, അങ്ങനത്തെ ഒരു ഐയാണ് അതിൽ വരുന്നത്. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. മേക്കപ്പ് പ്രോഡക്റ്റ്, ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതൊന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് വിസിറ്റാണ്. അതുകൊണ്ട് നമ്മൾ ക്രോക്കറി പിന്നെ കണ്ടപ്പോൾ എനിക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിടാൻ തോന്നിയില്ല. അപ്പം നമ്മളതെടുത്ത് പിന്നെ കുട്ടികൾക്ക് കുറച്ച് കളിക്കുന്ന മേടിച്ച്, പിന്നെ നമ്മളൊരു ജഗ് മേടിച്ച്. ജഗ് മീൻസ് ഗ്ലാസിൻ്റെ കേട്ടോ, നല്ല രസമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് പിന്നെ ഒരുപാട് ചെരുപ്പുകളെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് ഇവിടുത്തെ 5 റിയാൽ ചെരുപ്പുകളെ കളക്ഷനൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പോൾ കത്തിപ്പോയപ്പോൾ പുതിയത് തുടങ്ങിയപ്പോൾ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം 5 റിയാലുള്ള നല്ല അടിപൊളി കളക്ഷൻ. നമ്മളെ നാട്ടിൽ ഇതൊന്നും കിട്ടില്ല, SM പോലും കിട്ടൂല കേട്ടോ. SM സത്യം പറഞ്ഞാൽ ക്രോക്സിന് ഇപ്പോൾ ഭയങ്കര വിലയാണ് വാങ്ങുന്നത്. കാരണം ഇച്ചുവിനൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഭയങ്കര റേറ്റാണ് SM, നമ്മൾ കോഴിക്കോട് SM ക്രോക്സിന് ഇപ്പം മേടിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു ലാഭം. പിന്നെ എപ്പോഴെങ്കിലും സൺഡേ മാർക്കറ്റിലൊക്കെ കുറച്ച് ഇതിൽ കിട്ടിയാലായി. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാധനത്തിന് തന്നെ 5 റിയാലിലൊക്കെ വരുന്നത്. പിന്നെ ഇതെല്ലാം ഗ്ലാസ് ജാർ, നമുക്ക് ഓവനിലും ബേക്ക് ചെയ്യാനും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, പുഡിംഗ് ട്രേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ മൂടിയുള്ള ടൈപ്പും ഒക്കെ ഇതൊക്കെ വരുന്നത് 5 റിയാലാണ്. ഇതാ 5.75 ഹലാൽ, ഏകദേശം 6 റിയാലിൻ്റെ 5 റിയാൽ എന്നാണ് പറയുക.
എന്നാലും അടിപൊളി 100 രൂപയ്ക്ക് നമ്മളെ നാട്ടിലൊന്നും ഒട്ടും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത സംഭവങ്ങളാണ്. പിന്നെ ഈ ഗ്ലാസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു 5 റിയാൽ വീഡിയോ നമ്മൾ ഒരു 2 വീക്സ് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 5 റിയാലാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ റൂം കഴിഞ്ഞിട്ട് ഒരു കട കഴിഞ്ഞിട്ട് വേറെ അടുത്തൊരു കട 5 റിയാലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കൂ. അപ്പോൾ ഇതെല്ലാം ഈ ഗ്ലാസ്സിൻ്റെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ 5 റിയാലിന് 5ഉം 6ഉം ഒക്കെ പീസ് വരുന്ന സെറ്റുകളാണ്. അടിപൊളി വർത്താണ്. ഞാൻ എപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് 2, 3 ഒക്കെ സെറ്റ്. ഇൻഷാ അല്ലാ നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ നമ്മൾ ഇൻഷാ അല്ലാ അപ്പം അതൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം അതൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ക്രോക്കറി കണ്ടപ്പോൾ അതെടുത്ത് കളിക്കുന്നെടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് സാധനങ്ങളൊന്നും മേടിക്കാല്ലേ, ജസ്റ്റ് പുതിയ 5 റിയാലല്ലേ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാലും നമ്മൾ എത്ര മേടിക്കേണ്ട വിചാരിച്ചാലും 5 റിയാലിൽ കയറിയാൽ നമ്മൾ മേടിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ പിന്നെ കർച്ചീഫ്, ടവല്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ സാധനങ്ങളുടെ കളക്ഷൻ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഷൂസുകളാണ്. ഇവിടെ തണുപ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ ഇച്ചുവിനോട് കുറേ പറഞ്ഞ്, സെയിമോൻ്റെ സൈസിൽ പിന്നെ ഇല്ല. ഇച്ചുവിനോട് കുറേ പറഞ്ഞിട്ട് ഇച്ചു എടുത്തിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. 5 റിയാലിനൊന്നും നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഷൂസൊന്നും ഒട്ടും കിട്ടത്തില്ല. അടിഭാഗമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ അവൻ പറഞ്ഞിട്ട് കേട്ടില്ല, അവൻ എടുത്തില്ല. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഇവർക്ക് എല്ലാവർക്കും ചെരുപ്പ് മേടിച്ചു. പിന്നെ സെയിമോന് ഫേന്ന് മേടിച്ചു. അപ്പോൾ പിന്നെ ചെരുപ്പ് എടുത്തില്ല. ഇത് മൊത്തം നല്ല അടിപൊളിയായിട്ടുള്ള മഗ്സ് ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ പോകുമ്പോൾ മേടിക്കണം വിചാരിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായ അടിപൊളി കളക്ഷനാണ്. തപ്പിക്കഴിഞ്ഞാൽ നല്ല യൂണീക്ക് പീസസ് ആയി കിട്ടും കേട്ടോ. നമുക്കത് തപ്പിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പീസ് കിട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഒരു കുഞ്ഞ് പർച്ചേസ്, ജഗ് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ പിന്നെ പേരും കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി നല്ലൊരു അടിപൊളി ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് അൽവഫയിലേക്കാണ്. ഇൻഷാ അല്ലാ എനിക്ക് ഉംറയ്ക്ക് പോകാമെങ്കിൽ ഇൻഷാ അല്ലാ പടച്ചോൻ്റെ വിധി ഉണ്ടെങ്കിൽ ഉംറയ്ക്ക് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാ അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് വഫയിലാണ് വന്നത്. അപ്പോൾ പർദ്ദ പിന്നെ എനിക്ക് ഇന്നർവേഴ്സും ഞാൻ എപ്പോഴും വന്നാലും ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർവേഴ്സ് ഉണ്ടാവും. 15 റിയാൽ 20 അങ്ങനെ ആ ഒരു റേറ്റിലാണ് വരുന്നത്. പക്ഷേ അടിപൊളി സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇന്നർവേഴ്സൊക്കെ എടുത്തു. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ എടുക്കുന്നതാണ് ഇവിടുന്ന് ഇന്നോവേഴ്സ്. അപ്പോൾ അതെടുത്ത് പിന്നെ നമ്മൾ സെയിമോന് വീട്ടിൽ നിന്ന് ഇടാനും ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ക്രോക്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ക്രോക്സ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒന്നും കൂടി ഭയങ്കര ക്വാളിറ്റി ആട്ടോ. വഫയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും കളക്ഷനുള്ള ഷോപ്പാണ് അൽവഫ. മീൻസ് ഇത് ഇപ്പോൾ ഉള്ള വഫയല്ല കേട്ടോ. ഇതിപ്പോൾ മുമ്പുള്ള വഫയാണ് കേട്ടോ. ഇപ്പം ഇറങ്ങുന്ന അൽവഫയല്ല കേട്ടോ. ഇത് അതായത് നമ്മളൊരു 3 വർഷം 4 വർഷം വരുമ്പോൾ മുന്നേ ഇവിടെ ഉണ്ട് ഇത് പിന്നെ ഇപ്പോൾ വരുന്ന വഫകളൊക്കെ വേറെ അല്ലേ, ഇത് വേറെ തന്നെ കേട്ടോ. അപ്പോൾ 1-2 പേര് എന്നോട് എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ആ വഫ ആണോ? അപ്പോൾ പറഞ്ഞാൽ അല്ല, ആ വഫല്ല. ഇതിവിടെ ഫുൾ കളക്ഷൻ വരുന്നത് അധികം വരുന്ന തുർക്കി മെയ്ഡാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ പൊള്ളി കളക്ഷൻ ഉണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഡ്രസ്സിൻ്റെ അടുത്തേക്കൊന്നും പോയതേ ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ഡ്രസ്സായി. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ല. പർദ്ദയൊക്കെ ഞാൻ മേടിച്ചു. ആ വീഡിയോ ഒന്നും നമ്മൾ നോക്കുന്നതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇനി പോവും ഇൻഷാ അല്ലാ. പോകുമ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നും കൂടി വീഡിയോ ചെയ്യാം കേട്ടോ ഡ്രസ്സിൻ്റെ ഒക്കെ. പിന്നെ നമ്മൾ അൽവഫയിൽ നിന്ന് ചെരുപ്പും പർദ്ദയും ഇന്നർവേഴ്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ലേഡീസ് സൂക്കിലാണ് കേട്ടോ. ലേഡീസ് സൂക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഷോപ്പുണ്ട് മലയാളികളെ. അത് മീൻസ് നമ്മൾ സ്നാക്സ് പോലത്തെ ഇവർക്ക് ഓണിയൻ റിങ്സും, കുട്ടികൾക്ക് ഓണിയൻ റിങ്സും, ഇക്കാക്കി ഒരു ആംലേറ്റ് എന്നൊക്കെ പറയുന്നത്, ഓംലേറ്റും ചായയും ഒക്കെ കുടിക്കും. പിന്നെ ഐസ്ക്രീം കഴിക്കും. അപ്പോൾ ആ ഒരു മലയാളി കട. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചു എപ്പോൾ വന്നു ഫാമിലി എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കാരണം നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് നിങ്ങളെ നല്ല പരിചയമാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, അല്ലാതെ നമ്മൾ ഫുഡ് ഓൾറെഡി നമ്മൾ തേയ്മെന്ന് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് വേണം കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് കഴിച്ച് നമ്മൾ ഷോപ്പിങ്ങൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്ത്. ഇതാണ് കേട്ടോ അൽവഫയുടെ ഒരു ചെറിയൊരിത് ഞാൻ കാണിച്ചു തരാം. മീൻസ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേണ്ടി കേട്ടോ. ഇൻഷാ അല്ലാ ഇനി ഞാൻ പോവും ഇൻഷാ അല്ലാ. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്കാണ് 3 മന്ത്സിലേക്കാണ് വന്നിട്ടുള്ളത്. മറ്റേ നമ്മൾ ഒരുപാട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം ചെയ്യാം കേട്ടോ. ഇനി പോകുമ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് ചെയ്തു തരാം.